ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകത സാക്ഷിയാക്കിയതിന് മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ഹർഷ സണ്ണി, ഇതെൻ്റെ ഹസ്ബൻഡ് സണ്ണി ജോസ്, ഇതെൻ്റെ മക്കൾ നെഹ്ഷോൻ ക്രിസ് ആൻഡ് സോയസക്. ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുത്തത് 2024 ഡിസംബർ 11 4 പുതുക്കിയതിനു ശേഷമുള്ള ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ചേട്ടായി 8 വർഷത്തോളം ദുബായിൽ AC ക്ലീനിങ് മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2021 നാട്ടിൽ വന്നു. ടൈൽസ് വർക്കായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഒത്തിരി കടബാധ്യതയായി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ടൈൽസ് വർക്കുണ്ട്, പക്ഷേ സ്വന്തമായി ഒരു ജോലിയില്ല. ആളെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന പൈസ മുഴുവൻ ബാങ്കിൽ ലോൺ എടുക്കാൻ മാത്രമേ തികയുന്നുള്ളൂ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ചേട്ടായിക്കാണെങ്കിൽ ദുബായിലേക്ക് തിരിച്ചു പോകണമെന്ന് ഒരു ആഗ്രഹവുമില്ല. കടങ്ങളാണെങ്കിൽ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിരന്തരം പറഞ്ഞു, പക്ഷേ ചേട്ടയ്ക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ ഇരിക്കെ 4ാമത്തെ പുതുക്കലിന് 2025 ഡിസംബറിൽ എൻ്റെ അനിയൻ CMA USA ആയിട്ട് 1 വർഷമായി. അവനൊരു ജോലിയും കിട്ടിയില്ല. അവന് ദുബായിൽ ജനുവരി 7 ഒരു ജോലി ലഭിക്കണമെന്ന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ജനുവരി 9 ചേട്ടായിക്കായിരുന്നു ദുബായിൽ നിന്ന് ജോബ് ഓഫർ വന്നത്. ചേട്ടായിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡ്രൈവറിൻ്റെ ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് കിട്ടാൻ ഒരു സാധ്യതയുമില്ല. ഏജിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ആഗ്രഹിച്ച ജോലി തന്നെ തേടി വന്നു. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ പോകണമെന്ന് പറഞ്ഞു. അർജൻറ്റ് വേക്കൻസി ആണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ഷോക്കായി. കാരണം പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വിവരവുമില്ല. അതിനിടയിൽ നാട്ടിൽ തന്നെ ചേട്ടായിക്ക് സ്വന്തമായി ഒരു വീടിൻ്റെ ടൈൽസ് വർക്ക് മൊത്തം കിട്ടി. അപ്പോൾ കൺഫ്യൂഷനായി, ദുബായിൽ പോകണോ അതോ നാട്ടിൽ തന്നെ നിൽക്കണോ എന്ന് മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. ജനുവരി 11 കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ നാട്ടിലാണോ അല്ലെങ്കിൽ ദുബായിലാണോ ജോലി വെച്ചാൽ തരണമെന്നും, മാതാവ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടാവണമെന്ന് പറഞ്ഞു. കുർബാന സമയത്തായിരുന്നു എനിക്ക് ഒരിക്കൽ സുഗന്ധാഭിഷേകം ലഭിച്ചത്. അതിനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ലഭിച്ചില്ല. ജനുവരി 12 റൂമിൽ നിന്നപ്പോൾ ഞാനും അമ്മയും ഹസ്ബൻഡും മക്കളും ഉണ്ടായിരുന്നു. നല്ല മുല്ലപ്പൂവിൻ്റെ മണമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മാത്രമേ അത് മണക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ കരുതി മാതാവ് ഇതെല്ലാം കേൾക്കുന്നുണ്ട്, എന്തായാലും മാതാവ് നമ്മളെ കാര്യത്തിൽ ഇടപെടുമെന്ന് പ്രാർത്ഥിച്ചു. അവർ മാതാവ് തന്ന ജോലിയാണെങ്കിൽ ഫെബ്രുവരി മാസം ഫസ്റ്റ് വീക്കിനുള്ളിൽ എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഫെബ്രുവരി മാസം 4 ചേട്ടായിക്ക് ദുബായിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം അവിടെ ആളില്ല, അതുകൊണ്ട് തന്നെ ഇപ്പം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആദ്യം വിഷമമായി. കാരണം ഓരോ ദിവസം കഴിയുമ്പോൾ കടം കൂടി വരികയാണ്. ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു അത്യാവശ്യമായ കാര്യങ്ങൾ ഈ ആഴ്ചത്തിൽ തന്നെ സാധിച്ചു തരുമെന്ന് പറഞ്ഞു. ഞാൻ അതിൽ വിശ്വസിച്ചു, ചേട്ടായും അതിൽ വിശ്വസിച്ചു. അതിൻ്റെ ഫലമായി ഫെബ്രുവരി മാസം 11 തന്നെ ചേട്ടായിക്ക് വിസ ലഭിച്ചു. വിസയും ഇപ്പം വെള്ളിയാഴ്ച ദുബായിലേക്ക് പോവുകയാണ്. കയ്യിലൊരു പൈസ പോലുമില്ല. വിസയും റൂമും എല്ലാം ഫ്രീ ആണ്. ആഗ്രഹിച്ച ജോലി എന്ന മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. മാതാവിനോടാണ് ആദ്യമായിട്ട് ഇത് പറയുന്നത്, വിസ ലഭിച്ചതും ദുബായിൽ പോകുന്ന കാര്യം. എന്നിട്ട് വേണം എല്ലാവരോടും പറയാൻ. ആൾത്താരെ കയറി സാക്ഷ്യം പറഞ്ഞിട്ടേ എല്ലാവരോടും പറയുള്ളൂ എന്ന് പറഞ്ഞു. ചേട്ടാ ഇതിന് നന്ദി പറയുന്നതായിരിക്കും. ഞാൻ ആഗ്രഹിച്ച ജോലി തന്ന മാതാവിനും ദൈവത്തിനും 1000 നന്ദി പറയുന്നു. എന്നിലുണ്ടായ ആത്മീയ മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ജപമാല ചൊല്ലുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല ആഴമായ ജപമാല ചൊല്ലുവാറുണ്ട്. ഒത്തിരി പേരെന്നോട് പ്രാർത്ഥനാ നിയോഗം വെച്ച് നീ പ്രാർത്ഥിച്ച മാതാവ് കേൾക്കുന്നു പറഞ്ഞു. പക്ഷെ അതൊന്നും എൻ്റെ കഴിവല്ല. മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗം കൊണ്ടും അതുപോലെ ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും അച്ഛൻ ഡെയിലി ബ്രെഡിലൂടെ എനിക്ക് ഉത്തരം വരണം. അതുപോലെ എന്ത് സങ്കടവും എന്ത് വിഷമവും ഉണ്ടെങ്കിലും ബൈബിൾ തുറന്നു വായിച്ചാൽ ഈശോ എനിക്ക് അതിലൂടെ മറുപടി തരും. എൻ്റെ അനിയനായാലും ചേട്ടായി ആയാലും പറയും നീ ഒന്ന് ബൈബിൾ തുറന്ന് നോക്ക്, എന്താ പറയുന്നത് നോക്ക്, അങ്ങനെ പറഞ്ഞാൽ അതുപോലെ തന്നെ സംസാരിക്കും. അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഡെയിലി ബ്രെഡും ഉടമ്പടി ദാനം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യും. അതുപോലെ സാക്ഷ്യങ്ങൾ മറ്റവരോട് പറയും. എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഞാൻ പറയും. അതുപോലെ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാനും എൻ്റെ മക്കളുമാണ് വീട്ടിൻ്റെ അടുത്തുള്ളവർക്കെല്ലാം കൊടുക്കൽ. രോഗികളെ പ്രത്യേകിച്ച് കണ്ട് അവരുടെ ഒപ്പം ഇരുന്ന് അവരോട് സംസാരിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പത്രം കൊടുക്കാറ്. എൻ്റെ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ജോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 5-ാം തിരുവചനം. നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും
നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും. ഹർഷ, സണ്ണി എന്ന ഈ സഹോദരങ്ങൾ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ, പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകി അമ്മ ഈശോയിൽ നിന്ന് അവർക്ക് പ്രാപിച്ചു കൊടുത്ത വലിയ ഒരു അനുഗ്രഹത്തിന് നന്ദി പറയാനാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരം ലഘൂകരിച്ചു കൊടുത്ത ഒരു നല്ല സാക്ഷ്യമാണിത്. ഒരുപാട് കടബാധ്യതകളും പ്രതിസന്ധികളും ജീവിത വിഷമങ്ങളും എല്ലാം ഉണ്ടായപ്പോൾ പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്ത് പരിശുദ്ധ അമ്മയോടും ഈശോയോടും വളരെ വിശ്വസ്തരായി മുന്നോട്ട് നീങ്ങിയപ്പോൾ വളരെ സമയച്ചുരുക്കത്തിൽ തന്നെ അവർക്ക് ദുബായിലേക്ക് ഈ മകനെ ജോലി നൽകി അനുഗ്രഹിച്ചുകൊണ്ട് അവർ പോവുകയാണ്. ഈ മകൻ സണ്ണി പോവുകയാണ്. ആദ്യമായിട്ടാണ് അവർ ഈ പുറത്തേക്ക് പോകുന്നു എന്നുള്ള വിസ ലഭിച്ചതിന് ശേഷം ഈശോയോടും അമ്മയോടുമാണ് ഇക്കാര്യം ആദ്യമായി അൾത്താരയിൽ പറയുന്നത്. അതിനുശേഷം മാത്രമേ അവർ മറ്റുള്ളവരോട് പറയുകയുള്ളൂ എന്ന ഒരു വാശി അവർക്കുണ്ടായിരുന്നു. ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി പറയുകയാണ്. നമുക്കറിയാം, നമ്മെ വിദേശത്തേക്ക് ഈശോ അയക്കുകയാണെങ്കിൽ നമ്മൾ വലിയ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നാം പോകേണ്ടത്. ഒരാൾ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങിയാൽ അവർക്ക് ലഭിക്കുന്ന വലിയ വലിയ അനുഗ്രഹങ്ങൾ നാം ഏറ്റെടുക്കുകയും അതോടുകൂടി നമുക്കുണ്ടാകുന്ന പിന്നീട് വരുന്ന പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്നും പരിശുദ്ധ അമ്മ ഈശോയുടെ ആ സഹനത്തോട് ചേർത്ത് വെച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ അസസ്മെൻ്റ് നിഷ്ഠയാണോ, നീതിനിഷ്ഠമാണോ എന്നൊക്കെ നമുക്ക് കൂടി ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. നമ്മുടെ ചെറിയ ചെറിയ പുണ്യപ്രവൃത്തികളിലൂടെയും നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും ഈശോയെ കൈമാറുന്നത് എങ്ങനെ? ഈശോയ്ക്ക് ദാഹിക്കുമ്പോഴും വിശക്കുമ്പോഴും ഈശോ ഒരു സ്ട്രേഞ്ചറായി നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോഴെല്ലാം ഈശോയെ നമ്മൾ തിരിച്ചറിയുന്നതും ആ വലിയ സുവിശേഷ ജീവിതം നാം മുന്നോട്ട് വയ്ക്കുന്നതും ഈശോയെ കൈമാറുന്നതെല്ലാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ആകെ തുകയായി നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ്. ഹർഷ ഏറ്റുപറയുന്നത് അത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉടമ്പടിയോട് വിശ്വസ്തരായിരിക്കാം. നമുക്ക് വിശ്വസ്തയോടെ ഉടമ്പടി ജീവിക്കുകയും ചെയ്യാം. ഹർഷയ്ക്കും സണ്ണിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.